ഇപ്പൊ തന്നെ നമ്മുടെ തൃശ്ശൂര് രാഗം വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ ഇൻ തൃശ്ശൂർ എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂര് രാഗത്തില് ഇപ്പൊ തന്നെ കൽക്കി പോയി കണ്ടു. കൽക്കി തന്നെയല്ല, കൽക്കി പോയി കണ്ടു. എന്താ പറയാ, കുറെ നാളെ അതുപോലെ തന്നെ ഈ ചാനലിൽ വീഡിയോ വന്നിട്ടാ. അത് വേറൊരു കാര്യം, വേറെ കുറച്ച് ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ മെയിൻ ചാനലിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. സോ ഇന്ന് കൽക്കി എൻ്റെ ഒരു ഫസ്റ്റ് ഒപ്പീനിയൻ ആണ്. കൽക്കി ഫസ്റ്റ് തന്നെ ഡയറക്ടർ നാഗ് അശ്വിൻ എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഹിന്ദി സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹിന്ദി പടം ഇങ്ങനത്തെ പടങ്ങൾ ഞാൻ ആക്ച്വലി അങ്ങനെ തിയേറ്ററിൽ പോയി കാണാറില്ല. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് പടങ്ങൾ ഞാൻ കൂടുതലും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. മലയാളം പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ബാഹുബലിയൊക്കെ ഞാൻ ഇതിലോ TV OTTയിലോ വന്നിട്ടാണ് കണ്ടത്. കൽക്കി 2898 AD ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിൻ. ആദ്യം തന്നെ ഫസ്റ്റ് ഇത് പറയാം. ഞാൻ പറഞ്ഞു നമ്മുടെ രാഗത്തിലാണ് പോയി കണ്ടത്. ഏറ്റവും മൂലയിലത്തെ രണ്ട് സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഫുള്ളായിരുന്നു, തിയേറ്റർ ഫുള്ളായിരുന്നു. അതിൽ ഏറ്റവും മൂലയ്ക്കുണ്ടായിരുന്ന ഒരു ചേട്ടൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ആള് എണീറ്റ് പോയി. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയതാണോ, പടം ഇഷ്ടപ്പെടാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. പകുതി വെച്ച് ആൾ ഇറങ്ങിപ്പോയി ഇന്റർവെൽ സമയത്ത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയിട്ടില്ല. കുറെ ചളി ഉണ്ടെന്ന് തോന്നി. ഒന്നാമത്തെ കാര്യം, മലയാളമാണ് ഞാൻ ചൂസ് ചെയ്തത് കാണാൻ വേണ്ടി. ലാംഗ്വേജ് മലയാളം എനിക്ക് അത് അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. മലയാളം വീഡിയോ ഫുൾ ഇരുന്ന് കാണാട്ടോ, എന്നിട്ട് ജഡ്ജ് ചെയ്യാം. മലയാളം എനിക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ തോന്നുന്നത് ഹിന്ദിയോ അല്ലെങ്കിൽ തമിഴോ അങ്ങനെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഭാഷ ട്രൈ ചെയ്യണമെന്നുണ്ടോ ഒന്നുകൂടി പോയി കാണണമെന്നുണ്ട് എനിക്ക്. മലയാളം എനിക്ക് ചില ഇതുകളൊന്നും ഭയങ്കര ക്ലീശി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയാനാണെങ്കിൽ കുറെ ചളി, ലൈക്ക് ക്രിഞ്ച് അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഓക്കെ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സീനിൽ തന്നെ പറയുന്നുണ്ട്, ഇത് ഇവര് ഈ ലാഗടിപ്പിച്ച് അത് തന്നെ. ഫസ്റ്റ് ഹാഫ് എന്റെ കൂട്ടുകാരൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല, അവൻ ഉറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ വർക്കൗട്ട് ആയിട്ടില്ല. ലാഗ് തന്നെയായിരുന്നു. ഒരു ആവറേജ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഇതില് കാസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരൊക്കെ കാസ്റ്റിൽ ഉള്ളത് കേട്ടോ. കൽക്കി കാസ്റ്റ്, പ്രഭാസാണ് നടൻ, കമലഹാസൻ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ദീപിക പടുക്കോൺ ഉണ്ട്, അമിതാഭ് ബച്ചൻ ഉണ്ട്, ദുൽഖർ സൽമാൻ ഉണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ റിവ്യൂ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനെക്കാട്ടും മുന്നേ ഒരു റിവ്യൂ വീഡിയോസും വേറെ ആരുടെയും ഞാൻ കാണാറുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഞാനൊരു ക്ലിപ്പ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ഒരാളുടെ കണ്ടു നോക്കി. അതില് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ദുൽഖർ സൽമാൻ ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ അന്നാബെന്നെ കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പിന്നെ നമ്മുടെ സ്വന്തം ശോഭനയുണ്ട്. ദൈവമേ അടിപൊളിയായിട്ടോ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇവരൊക്കെ കണ്ടപ്പോൾ. ഇതിന്റെ വേറെ ഒന്നും ഞാൻ കണ്ടില്ല, ട്രെയിലറോ അല്ലെങ്കിൽ വേറെ ഒരു സംഭവം കണ്ടിട്ടില്ല. അന്നാബെന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയായി. ദുൽഖറിന്റെ ആ പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ലൈക്ക് മലയാളം ഈ ഒരു ഇതിൽ ലൈക്ക് എന്താ പറയാ, മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരെ അവിടെ അതിൽ കാണുമ്പോൾ, ഒപ്പമുള്ളത് കാണുമ്പോൾ ഒരു ക്യൂരിയസിറ്റി. ഞാൻ അന്നാബെന്നെയും ശോഭനേനെയും ഒട്ടും ചെയ്തിട്ടില്ല. പിന്നെ ദുൽഖർ സൽമാനൊക്കെ ആക്ച്വലി കുറെ ലൈക്ക് അങ്ങോട്ടൊക്കെ പോയി ബോളിവുഡിലേക്കൊക്കെ പോയിട്ട് ഹിന്ദി പടങ്ങളും കാര്യങ്ങളൊക്കെ കുറെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞാൻ ഞെട്ടിപ്പോയത് അന്നാബെന്നെയും ശോഭനയും കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറെ ഭാഗങ്ങളിൽ ലാഗായിട്ട് തോന്നി. ചില ഭാഗങ്ങൾ എനിക്ക് വർക്കായില്ല ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിന്റെ ആ ഒരു ഭാഗം അത് നികത്തി തന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും സെക്കൻഡ് ഹാഫ്. അതുപോലെ തന്നെ എൻ്റെ പൊന്നെ, ഞാൻ ബാഹുബലി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പടങ്ങൾ പറയാട്ടെ ഞാൻ കണ്ടിട്ടുള്ളത്. തിയേറ്ററിലല്ല, OTTയിൽ ബാഹുബലി കണ്ടിട്ടുണ്ട്. പിന്നെ ഷാറുഖ് ഖാൻ്റെ ഈ അടുത്തൊരു പടം കണ്ടിട്ടുണ്ട്. പിന്നെ റീസെന്റ് ഇവരുടെ പടം കണ്ടിട്ടുള്ളത് ആദിപുരുഷാണ്. ആദിപുരുഷിന്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പോയത് കേട്ടോ. മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് പോയത്. എന്നടാ പണി വെച്ചിരിക്കേ. എനിക്ക് തോന്നുന്നത്, ഞാൻ കേട്ടിരിക്കുന്നത് 600 കോടി രൂപയാണ് ഇതിൽ ചെലവാക്കിയിരിക്കുന്നത്. അത് വേറൊരാളെ ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാൻ പറയണതാണ് കേട്ടോ. അപ്പോൾ അതിലത്തെ ഒരു രൂപ പോലും അവർ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയട്ടെ. VFX അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആദിപുരുഷനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ജെം എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു VFX. അതുപോലെ തന്നെ ഇതും ഞാൻ പറയാൻ പോണത് ഒരാളുടെ വീഡിയോ കണ്ട ഇൻഫ്ലുവൻസ് ആയിട്ട് പറയണതാണ്. അവഞ്ചേഴ്സ്, വക്കാൻഡ ഫോർ എവർ, വൈബ്രേനിയം, അതിൻ്റെയൊക്കെ ചെറിയൊരു ഇത്. പിന്നെ ഹൾക്കിന്റെ ഇതിൽ ഏജ് ഓഫ് അൾട്രോൺ ഇതിലങ്ങോട്ട് ഹൾക്കിന് ഇത് പറ്റിയിട്ട് ഒരു സീൻ ഉണ്ടല്ലോ. അയൺമാൻ ഫുൾ ഹെൽപ്പ് ചെയ്യണത് സ്യൂട്ടും കാര്യങ്ങളും
കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സീനൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അതുപോലെ തന്നെ സ്പെല്ല് അങ്ങനെയൊന്നുമില്ല. ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കും പേഴ്സണലി മറ്റൊരാളുടെ റിവ്യൂ കണ്ടിട്ട് ആ ഒരു റിവ്യൂ കേട്ട് ഞാൻ ഇൻഫ്ലുവൻസ് ആയിട്ട് എനിക്ക് അതും പറയണം തോന്നി. സത്യം തന്നെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കും ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടായിരുന്നു പടം കണ്ടിട്ട്. പടം മൊത്തത്തിൽ നിങ്ങൾ എല്ലാവരും പോയി കാണണം. അടിപൊളി പടം. VFX ആയാലും അതുപോലെ തന്നെ നമുക്ക് ബോളിവുഡ് ഞാൻ പറഞ്ഞില്ല, ആദിപുരുഷാണ് ഞാൻ തിയേറ്ററിലല്ല കണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പടം ആദിപുരുഷാണ്. പ്രഭാസിന്റെ സിനിമ എന്നൊക്കെ വെച്ച് ലൈക്ക് ബോളിവുഡിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ബോളിവുഡ് പിന്നെ മറ്റേ അക്ഷയ് കുമാറിന്റെയും ഇതിന്റെ ബഡേവാല ചോട്ടേവാല നെറ്റ്ഫ്ലിക്സിൽ അങ്ങനത്തെ ഒക്കെ പടങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു പടത്തിന് വേണ്ടി പോണത് കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവാന്ന് അതിനേക്കാളും കൂടുതലാണ് എനിക്ക് സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളി പടം, നിങ്ങൾ പോയി കണ്ടു നോക്കി നോക്കുക. VFX അടിപൊളി. ഫസ്റ്റ് എനിക്ക് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ തോന്നി. കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മലയാളത്തിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ആ ഒരു ചളി എങ്ങനെയാ അതുള്ളത്, ലൈക്ക് ആ ഒരു ചളിയും കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് ലാഗായി തോന്നി. പടം 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ വേണമെന്ന് ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫ് ബും കണ്ട് പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സംഭവം കളറായിരുന്നു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. VFX അടിപൊളിയായിരുന്നു. പിന്നെന്താ, മൊത്തത്തിൽ പടം അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ ഏറ്റവും ഞെട്ടിപ്പോയത് എന്ന ബെന്നിയും ശോഭനേനെയും ഒക്കെ കണ്ടിട്ടാണ് അതിൻ്റെ ഉള്ളിൽ. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഇതുകളായിരുന്നു. ഇതിപ്പോൾ കാസ്റ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്, ഇത് സ്പോയിലർ ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അമിതാഭ് ബച്ചൻ്റെ റോള് ആള് ചെയ്തു ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇതായിട്ട് തോന്നി. അതുപോലെ തന്നെ കമലഹാസൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ പറയാ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പടം അടിപൊളിയാണ്, നിങ്ങൾ കണ്ടു നോക്കി നോക്കുക. ആദിപുരുഷും ഇതൊക്കെ കണ്ട് ബോളിവുഡിനെ വെറുത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ പടം പോയി കണ്ടു നോക്കി നോക്കുക കേട്ടോ. ഫസ്റ്റ് ഹാഫ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അഭിപ്രായം എന്താണെന്നുള്ളത്. കാണാത്തവര് വീഡിയോ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ കാണാൻ പോകുന്നതിന് എന്തെങ്കിലാണെങ്കിലും നിങ്ങൾ പടം പോയി കാണാൻ കൽക്കി ഈ തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഓക്കെ, വേറെ അടുത്ത വീഡിയോയിൽ വ്ലോഗായിട്ട് കാണാം ഗൈസ്. ഓക്കെ, ബൈ.